കണ്ടോ, നമുക്ക് ഇന്ന് കിട്ടിയതാണ് ഇത്. സത്യത്തിൽ ഇത് കുറവാട്ടോ, ഇന്ന് എനിക്ക് ഇതിൽ കൂടുതലാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ അടുപ്പിച്ച് കുറേ ദിവസം എടുത്തുകൊണ്ടാണ് കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയൊരു കുട്ടി വ്ളോഗാണ്. വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പറമ്പിൽ കുറേ കാന്താരിയും ഉണ്ടമുളകും ഒക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ അതൊക്കെ നിങ്ങളെയും കാണിക്കാനേ. അപ്പോൾ ഇത് ചേട്ടൻ്റെ വീടാട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ ആരും കാന്താരിയോ ഉണ്ടമുളകോ അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല. കൂടുതലും പച്ചമുളകാണ് വാങ്ങിക്കാറ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ കാന്താരി ഉണ്ടമുളകൊക്കെ കൊണ്ടുപോകും കേട്ടോ. പിന്നെ ഇവിടെ ചക്ക, ചീനി അതൊക്കെ വേവിക്കുമ്പോൾ കാന്താരി എടുക്കും, അല്ലാണ്ട് എടുക്കാറില്ലേ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ തോരൻ വെക്കാനും അച്ചാറോ വല്ലതും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപ്പിലിടാനൊക്കെ ഞങ്ങൾ ഈ കാന്താരി എടുക്കാറുണ്ട്. എനിക്ക് ഈ കാന്താരി ഇടാനാണ് എല്ലാത്തിലും താല്പര്യമേ. അപ്പോൾ ആദ്യമേ നമ്മളിതേ 2-3 ഉണ്ടമുളക് എടുത്തായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഒത്തിരി കുറവുണ്ടായിരുന്നേ. പിന്നെ പച്ചമുളക് ദേ ഈ നിൽക്കുന്നത് നിങ്ങൾ കണ്ടു, ഇതാണ് പടവലം കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ തന്നെ കിളിച്ച് വന്നതാണ്. ഞങ്ങൾ പോലും വിചാരിച്ചില്ല ഇതിങ്ങനെ കിളിക്കുന്നു. ഞാനാണ് കണ്ടുപിടിച്ചത്. 4-5 കായ ഉണ്ടായി നിൽപ്പുണ്ട്. പിന്നെ അവിടെ എല്ലാം കാന്താരി നിൽപ്പുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ കാണാം ഇവിടെ ഇനി എന്തൊക്കെ കൃഷികളുണ്ടെന്നൊക്കെ കേട്ടോ. വായോ എല്ലാവരും. ഇവിടെ ഒരുപാട് പച്ചമുളക്, കാന്താരി കൃഷിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് അതൊക്കെ നമുക്ക് എടുക്കാം. ഈ കാന്താരി കണ്ടോ, ഇതൊരു സൈസ് കാന്താരി കേട്ടോ. നമ്മുടെ സാധാ കാന്താരി അല്ല ഇത്. ഇതിൻ്റെ വലിപ്പം കാണുമ്പോൾ നമുക്കറിയാം. നമുക്കത് ഓരോന്നായിട്ട് എടുക്കാവേ. ഇവിടെ കോഴിയുണ്ട് കേട്ടോ, അതിൻ്റെയാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. ദേ ഈ കാണുന്നതില്ലേ, അതാണ് തക്കാളി ഉണ്ടമുളക് കേട്ടോ. തക്കാളിയുടെ ഷേപ്പിലാണ് അതിരിക്കുന്നത്. അപ്പോൾ അതും കുറവായിരുന്നു. അത് 4-5 നമുക്ക് കിട്ടിയുള്ളൂ. പിന്നെ അതും എടുത്തു. പിന്നെ ദേ കാണുന്നത് കണ്ടോ, അത് വെള്ളക്കാന്താരി കേട്ടോ. സത്യത്തിൽ അമ്മ അത് വെള്ളക്കാന്താരിയുടെ അരി കൊണ്ടാണ് ഇട്ടത്. പക്ഷേ കിളിച്ചത് നമ്മുടെ സാധാ കാന്താരിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു മൂട് മാത്രമേ ഉള്ളൂ വെള്ളക്കാന്താരിയായിട്ട്. അപ്പോൾ അത് ഞാൻ 2-3 പിച്ചിയായിരുന്നേ. പിന്നെ ഇത് അവിടെ പച്ചമുളക് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ എടുത്ത് കാന്താരി പിന്നെ ഇതേ ഭാരം കൊണ്ട് ഒടിഞ്ഞു വീണിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ നിന്നെല്ലാം ഞാൻ എടുത്തായിരുന്നു. ഒരുപാട് നിപ്പുണ്ടായിരുന്നു. അതെല്ലാം പിന്നെ ഇതാ ഒടിഞ്ഞു വീണ് കിടപ്പുണ്ടായിരുന്നേ. പിന്നെ പുളി ഒരുപാട് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പുളിയൊന്നും എടുത്തില്ല. ഇനി 2-3 ദിവസത്തേക്കും കൂടെ ഉള്ളൂ പുളിയെ. ബാക്കിയുള്ളതെല്ലാം നമ്മളെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചേക്കാം. പിന്നെ പുളി എടുത്തില്ല. കാന്താരി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ കയറിയത്. നമുക്ക് ഇന്ന് കിട്ടിയ കാന്താരിയും പച്ചമുളകും ഉണ്ടമുളകും ഒക്കെ കേട്ടോ. ഇവിടെ 2 പച്ചമുളകും നിൽപ്പുണ്ട് കേട്ടോ. ഇത് നമ്മൾ മുമ്പ് കണ്ടില്ലേ, കണ്ടോ. അവിടെ കണ്ട് മരം വെട്ടുന്ന സൗണ്ടാട്ടോ നിങ്ങൾക്ക് കാണുന്നത്. പിന്നെ അതേ കുറേ വാഴക്കൃഷിയൊക്കെ ഉണ്ട്. ഞാനിത് ഒരു ഉച്ച സമയത്താട്ടോ ഇതൊക്കെ എടുക്കാൻ പോയത്. പക്ഷെ ഭയങ്കര കാറ്റായിരുന്നു. പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു കാന്താരിക്കൊലയുണ്ട്. പക്ഷേ അതിലൊന്നുമില്ല കേട്ടോ. ഇത് നമ്മുടെ മാവ്.
ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. നിൽപ്പുണ്ട്. ഞാൻ വിചാരിച്ചു ഇവിടെ കാണത്തില്ലെന്നേ. നോക്കിക്കേ, അതുകൂടെ നമുക്ക് എടുക്കാവേ. ഇവിടെ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ആരും അങ്ങനെ എടുക്കാറില്ല കേട്ടോ. നല്ല കാറ്റ്. ഇവിടെ അങ്ങനെ ആരും എടുക്കത്തില്ല കാന്താരിയൊന്നും. അപ്പോൾ പിന്നെ നമ്മളായിരിക്കും കൂടുതലായിട്ട് ഇത് എടുക്കാറ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.